വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് നല്ല സ്പൈസി ആയിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ബീഫ് ഉപയോഗിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ബീഫ് ചട്ടിപ്പത്തിരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് 2 മുട്ട എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇനി അടുത്തതായി വേണ്ടത് മാവാണ്. മൈദാ മാവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 കപ്പ് മൈദാ മാവ് എടുത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മാവൊന്ന് അരിച്ചിട്ട് 2 കപ്പ് അളന്നെടുക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും, കട്ടയൊന്നും ഇല്ലാതെ. അപ്പോൾ 2 കപ്പ് മൈദാ മാവ് 2 മുട്ടയാണ് ചേർത്തിരിക്കുന്നത്. 2 മുട്ടയും 2 കപ്പ് മൈദാ മാവ് ഒരു ഇടത്തരം നല്ല ഒരു ചട്ടിപ്പത്തിരിക്ക് കണക്കായിട്ടുള്ളതാണ്. അതിലോട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും 1 കപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. 2-3 കപ്പ് വെള്ളം ഇതിലോട്ട് ചേരും. അപ്പോൾ നമ്മൾ